നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളുണ്ട് അല്ലേ? ഉണ്ട്. സസ്പെൻഷൻ, ഡിസ്മിസൽ, പിന്നെ ടെർമിനേഷൻ. പലപ്പോഴും ഇതിന്റെയൊക്കെ അർത്ഥം മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഒന്നാണെന്ന് കരുതും. ശരിയാണ്. സാധാരണ സംസാരത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തൊഴിൽ ബന്ധം താൽക്കാലികവും ശാശ്വതവും എന്നൊരു ചെറിയ വിവരണം വെച്ചാണ്. ഇതിലെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഈ 3 വാക്കുകൾ സസ്പെൻഷൻ, ഡിസ്മിസൽ, ടെർമിനേഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്നു വ്യക്തമാക്കുക. അത്രയുള്ളൂ. വളരെ നല്ല കാര്യം. കാരണം നിയമപരമായിട്ടും അല്ലാതെയും ഇതിന് വേറെ വേറെ അർത്ഥങ്ങളുണ്ട്. അതറിയുന്നത് നല്ലതാണ്. അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ വാക്കിലേക്ക് കടന്നാലോ? സസ്പെൻഷൻ. ശരി. ഇതൊരു താൽക്കാലിക ഏർപ്പാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ അത്? അതെ, കറക്റ്റാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് സാധാരണയായി ഒരു താൽക്കാലിക നടപടിയാണ്. എപ്പോഴാണ് ഇത് സാധാരണ കൊടുക്കുന്നത്? ഒരു ജീവനക്കാരനെതിരെ ഒരു അന്വേഷണം നടക്കുന്നെന്ന് വെക്കുക. എന്തെങ്കിലും ആരോപണം. ഓക്കെ. അപ്പോ ആ അന്വേഷണം തീരുന്നതുവരെ അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. മാറ്റി നിർത്തുന്നു. പക്ഷേ അയാൾ അപ്പോഴും അവിടുത്തെ ജീവനക്കാരൻ തന്നെയാണോ? അതെ അതെ. ഔദ്യോഗികമായിട്ട് അയാൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തന്നെയാണ്. ജോലിക്ക് വരണ്ട എന്ന് മാത്രം. ഓക്കെ. അപ്പോ ശമ്പളം? ആ സമയത്ത് ശമ്പളം കിട്ടോ? അത് വ്യത്യാസം വരും. ചില സ്ഥാപനങ്ങൾ സസ്പെൻഷൻ കാലയളവിൽ ഒരു നിശ്ചിത തുക, അതായത് സബ്സിസ്റ്റൻസ് അലവൻസ് പോലെ കൊടുക്കും. ചിലപ്പോൾ കിട്ടില്ല. അത് ഓരോ സ്ഥാപനത്തിന്റെ നിയമം പോലെയിരിക്കും. ചുരുക്കത്തിൽ ഇതൊരു സ്ഥിരം പിരിച്ചുവിടലല്ല, ഒരു താൽക്കാലിക സ്റ്റോപ്പ്. മനസ്സിലായി. അപ്പോ സസ്പെൻഷൻ ക്ലിയർ ആണ്. ഇനി അടുത്തത് ഡിസ്മിസൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി എന്താ പറയാ, ഗൗരവമുള്ള ഒന്നാണെന്ന് തോന്നുന്നു. തീർച്ചയായും. സസ്പെൻഷൻ പോലെയല്ല. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരമായ പിരിച്ചുവിടലാണ്. സ്ഥിരമായിട്ട്? അതെ. അതായത് ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുരുതരമായ തെറ്റ്, പെരുമാറ്റദൂഷ്യമെന്നൊക്കെ പറയില്ലേ, മിസ്കണ്ടക്ട്. അതെ, മിസ്കണ്ടക്ട്. അല്ലെങ്കിൽ ജോലിയിൽ വളരെ മോശം പ്രകടനം, സ്ഥാപനത്തിന്റെ നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഡിസ്മിസൽ വരുന്നത്. ഇത് പെട്ടെന്നുള്ളൊരു നടപടിയായിരിക്കുമോ? സാധാരണഗതിയിൽ അതെ. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ആ ജോലി അവിടെ തീർന്നു. അതൊരു നിർബന്ധിത പുറത്താക്കലാണ്. ഓക്കെ. അപ്പൊ പിന്നെ ആനുകൂല്യങ്ങൾ വല്ലതും, ഗ്രാറ്റുവിറ്റി, മറ്റു കാര്യങ്ങൾ? മിക്കവാറും സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് പെരുമാറ്റദൂഷം കാരണമാണ് ഡിസ്മിസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഓഹോ. തൊഴിൽ ബന്ധം അതോടെ പൂർണ്ണമായി അവസാനിക്കുകയാണ്. സസ്പെൻഷൻ പോലെ തിരിച്ചുവരാനൊരു സാധ്യതയുമില്ല. ശരി ശരി. അപ്പൊ ഡിസ്മിസൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നടപടിയാണ്. ഇനി മൂന്നാമത്തെ വാക്ക് ടെർമിനേഷൻ. ഇത് നമ്മൾ കുറച്ചുകൂടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് തോന്നുന്നു. എന്താണ് ടെർമിനേഷൻ? അതെ, ടെർമിനേഷൻ കുറച്ചുകൂടി എന്ന് പറയാ ഒരു ജനറൽ ടേമാണ്. ഒരു കുട പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുടയോ? അതായത് തൊഴിൽ ബന്ധം അവസാനിക്കുന്ന ഏത് സാഹചര്യത്തെയും നമുക്ക് ടെർമിനേഷൻ എന്ന് വിളിക്കാം. കാരണം എന്തുമാവാം. ഓക്കെ, ഒന്ന് വിശദമാക്കാമോ? പറയാം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോ ഒരു ജോലി സ്വയം രാജിവെക്കുന്നു, വോളണ്ടറി റെസിഗ്നേഷൻ, അതൊരു ടെർമിനേഷനാണ്. ശരിയാണ്. അതുപോലെ പ്രായമായി റിട്ടയർ ചെയ്യുന്നു, അതും ടെർമിനേഷനാണ്. ഒരു കോൺട്രാക്ട് ജോലി, അതിന്റെ കാലാവധി കഴിഞ്ഞു, അതും ടെർമിനേഷനാണ്. ഇതിലൊന്നും ഒരു ശിക്ഷയുടെ അംശമില്ലല്ലോ? ഇല്ല, അതാണ് വ്യത്യാസം. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ടെർമിനേഷനുകളാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്മിസൽ അതും ടെർമിനേഷന്റെ കീഴിൽ വരുമോ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, ടെർമിനേഷൻ ഒരു വലിയ വാക്കാണെന്ന്. സ്ഥാപനം ഒരാളെ പിരിച്ചുവിടുന്നത്, അതായത് ഡിസ്മിസ് ചെയ്യുന്നത്, അതും ടെർമിനേഷനാണ്. അതുപോലെ ലേ ഓഫ്, ചിലപ്പം കമ്പനിക്ക് ആളെ കുറയ്ക്കേണ്ടി വരും, അതും ടെർമിനേഷനാണ്. ഇവയെ നമ്മൾ ഇൻവോളണ്ടറി ടെർമിനേഷൻ എന്ന് പറയും. അതായത് ജീവനക്കാരന്റെ ഇഷ്ടപ്രകാരമല്ലാതെ തൊഴിൽ ബന്ധം അവസാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്മിസൽ എന്നത് ടെർമിനേഷന്റെ ഒരു കാരണം മാത്രമാണോ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ടെർമിനേഷൻ എന്നത് തൊഴിൽ അവസാനിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു പദം. ഡിസ്മിസൽ അതിന്റെ ഒരു സ്പെസിഫിക് കാരണം. വളരെ നന്നായി മനസ്സിലായി. അപ്പൊ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ? പറയാം. സസ്പെൻഷൻ അത് താൽക്കാലികം, ഒരു അന്വേഷണമോ മറ്റോ നടക്കുമ്പോൾ മാറ്റി നിർത്തുന്നത്. ശരി. ഡിസ്മിസൽ അത് സ്ഥിരമായിട്ടുള്ള പിരിച്ചുവിടലാണ്, ഗുരുതരമായ കാരണങ്ങൾ കൊണ്ട് നിർബന്ധിതമായി പുറത്താക്കുന്നത്. അതെ. ടെർമിനേഷൻ ഇത് രണ്ടും. അതോടൊപ്പം രാജി, വിരമിക്കൽ തുടങ്ങി ഏത് കാരണം കൊണ്ടായാലും
തൊഴിൽ ബന്ധം അവസാനിക്കുന്നതിന് പറയുന്ന ഒരു പൊതുവായ വാക്ക്. പെർഫെക്റ്റ്. ഇതാണ് ഇതിന്റെ ഒരു കാതൽ. ഈയൊരു വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. കാരണം ഓരോന്നിനും അതിന്റേതായ നിയമപരമായ വശങ്ങളുണ്ട്, പ്രത്യാഘാതങ്ങളുണ്ട്. തീർച്ചയായും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? നമ്മുടെയൊക്കെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിലോ തൊഴിൽ കരാറിലോ ഈ വാക്കുകൾ ചിലപ്പോഴുണ്ടാവും. ഉണ്ടാവാം. അപ്പോ ആ കരാറിൽ എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരിയാണ്. നിയമപരമായി ഓരോ വാക്കിനും അതിന്റേതായ വെയിറ്റ് ഉണ്ടാകും. അതെ. ഇനി നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത. പറയൂ. നമ്മളൊരു പുതിയ ജോലിക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിലാണെങ്കിലും, ആ തൊഴിൽ കരാറിലെ ടെർമിനേഷൻ ക്ലോസുകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ടെർമിനേഷൻ ക്ലോസുകളോ? അതായത് ഏതെല്ലാം സാഹചര്യത്തിൽ നിങ്ങളുടെ ജോലി ഇല്ലാതാവാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എത്ര നാളത്തെ നോട്ടീസ് പീരീഡ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ബാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് ശരിക്കും വായിച്ചു മനസ്സിലാക്കുന്നത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാനും ഭാവിയിൽ വല്ല പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ നേരിടാനും ഒരുപാട് സഹായിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.